ഈ വീഡിയോയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം പാകിസ്ഥാൻ അമേരിക്കയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, ചെനാബ് റിവറിൻ്റെ കുറുകെ നമ്മളൊരു ഡാം പണിയുന്നുണ്ട്. ഇന്ത്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് വെള്ളവും തീവ്രവാദവും ഒരേപോലെ ഒഴുകില്ല. തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് ഇന്ത്യ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളം തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊന്നുകൂടി റീഅഫേം ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ഇന്ത്യ പുറത്തിറക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാനെ ചൊടിപ്പിക്കുന്ന വേറൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം കശ്മീരിൻ്റെ ഉള്ളിൽ POK പാക് ഒക്കുപ്പൈഡ് കശ്മീരിൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ അവിടെ ഇലക്ഷൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിഷേധം രൂപപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടായിട്ട് അതിനെ കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ അവർ ആ രീതിയിലേക്ക് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് വെള്ളം തടയുന്നത് യുദ്ധത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 10-25,000 ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന ഏർപ്പാടാണ്. ഇന്ത്യ വെള്ളം തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ സാഹചര്യം, പ്രത്യേകിച്ച് ഇന്ത്യ ഡാം പണിയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ അത് ബുദ്ധിമുട്ടാവും, പെർമനൻ്റായിട്ട് ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ബുദ്ധിമുട്ടിലാവും എന്നുള്ള തരത്തിൽ അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ POKയിൽ നടക്കുന്ന പ്രതിഷേധം അതൊക്കെ ഒരു സൈഡിൽ, പക്ഷേ ഇന്ത്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഈ POK പ്രതിഷേധത്തിനും ഒരു ഫീഡിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ലാൻഡിനുള്ളിൽ, ഇന്ത്യയുടെ സോവറൻ ലാൻഡിനുള്ളിൽ എന്ത് പണിയണം എന്ത് പണിയണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്, നമ്പർ 1. ഇത് ഇൻക്ലൂഡിങ് POK, അതായത് POK ഉൾപ്പെടെയുള്ള ഏരിയ ഇന്ത്യയുടെ ടെറിട്ടറി ആണെന്നുള്ളത് ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഡയറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം POKയെ നമ്മളിപ്പോൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഓപ്പണായിട്ട്. അവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളം, വൈദ്യുതി പോലത്തെ വിഷയങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ ഇന്ത്യക്ക് അറിയാം, അത് പാകിസ്ഥാൻ സംസാരിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചെനാബ് റിവർ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒഴുകുന്ന നദികളാണ്. ആ നദിയുടെ കുറുകെയാണ് ഇപ്പോൾ ഇന്ത്യ ഡാം പണിതുകൊണ്ടിരിക്കുന്നത്. അതായത് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഡാം പണിതുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം അത് പൂർത്തിയാവും, ഓൾമോസ്റ്റ് അത് എഡ്ജിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനിന് വെപ്രാളവും വേവലാതിയും. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നല്ല ഉണക്കുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ ഇതൊക്കെ തീവ്രവാദ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. പാകിസ്ഥാൻ അവരുടെ പാസ്റ്റ് ഒരിക്കലും മറക്കാൻ പാടില്ല. അവർ ഇന്ന് ഭയങ്കരമായിട്ട് ഞങ്ങൾ സമാധാനപ്രിയരാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം നടത്തുമ്പോൾ തീവ്രവാദികളുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് മീഡിയേഷൻ ചെയ്യാൻ പറ്റൂ. അങ്ങനെ തീവ്രവാദ ബന്ധമുള്ള രാജ്യങ്ങളാണ് പലപ്പോഴായിട്ട് മീഡിയേഷൻ ചെയ്യുന്നത്. അങ്ങനെ ബന്ധമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. തീവ്രവാദികൾ മൊത്തത്തിൽ അരങ്ങ് വാഴുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. പിന്നെ അവർക്കല്ലേ മീഡിയേഷൻ പറ്റൂ. ആ മീഡിയേഷൻ ഒരിക്കലും ലോക സമാധാനത്തിൻ്റെ മീഡിയേഷനായിട്ട് മാറില്ല. അതൊക്കെ താൽക്കാലിക മീഡിയേഷൻ മാത്രമാണ്. ആ താൽക്കാലിക നിഗളിപ്പ് വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരുപാട് അവകാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പാകിസ്ഥാൻ്റെ ഈ റിക്വസ്റ്റിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അമേരിക്ക രംഗത്ത് വരുന്നുവെങ്കിൽ അമേരിക്കയ്ക്കായിരിക്കും നാണക്കേട്. കാരണം ഇന്ത്യ ശക്തമായിട്ടുള്ള ഭാഷയിൽ അതിന് മറുപടി കൊടുക്കും. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇന്ത്യ തേർഡ് പാർട്ടി രാജ്യങ്ങളെ മീഡിയേഷന് വിളിക്കാറില്ല. നേപ്പാൾ തന്നെ UK പോയി റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യക്കും ഞങ്ങൾക്കും ഇടയിലുള്ള ലിപു ലേക്ക്, ലിംബിയാതുര, കാലാപാനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ ഡിസ്പ്യൂട്ട് പരിഹരിച്ച് വെക്കണമെന്ന് പോയി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. UK അപ്പോഴേ തന്നെ സ്വില്ലിട്ട് മുങ്ങി. ഇന്ത്യ അപ്പം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഒരു തേർഡ് പാർട്ടി രാജ്യങ്ങളെയും ഇന്ത്യയും അയൽ രാജ്യങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുത്തില്ല, ഞങ്ങൾ ആരുമായിട്ടും സംസാരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഡിസ്പ്യൂട്ട് പറയുന്ന ലാൻഡ് ഇന്ത്യയുടെ സോവറൻ ലാൻഡാണെന്നുള്ള അവകാശവാദമാണ് ഇന്ത്യക്കുള്ളത്. എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നേപ്പാളിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിക്കുകയാണ്. വേറെ വഴിയില്ല. ഈ അയൽ രാജ്യങ്ങൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ചയെ ഇവർ പേടിക്കുന്നു, ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവരുടെ തോന്നൽ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യ അവർക്ക് തുല്യരാണ്. യെസ്, ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ വെച്ചിട്ട് ഇന്ത്യൻസ് എല്ലാം അവർക്ക് തുല്യരാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾക്ക് എല്ലാത്തിനും ഒരു ചട്ടക്കൂടുണ്ട്. നമ്മൾ ഇന്ത്യൻസാണ്, ഇന്ത്യ വേറൊരു രാജ്യമാണ്. പല മോഡേൺ ചിന്താഗതിയുള്ള ആൾക്കാരും ബോർഡർ വേണ്ട, ബോർഡർലെസ് രാജ്യങ്ങളാവാം എന്നൊക്കെ പറയും. എന്നാൽ പിന്നെ നിങ്ങളുടെ വീട്ടിന് ചുമരില്ലേ, നിങ്ങളുടെ വീടുകൾക്ക് കോമ്പൗണ്ട് ഇല്ലേ? എന്നാൽ പിന്നെ വീട് തന്നെ വേണ്ടല്ലോ, എല്ലാവരും കാട്ടിലങ്ങ് ജീവിച്ചാൽ പോരെ, മരത്തിൻ്റെ അടിയിലും അവിടേക്കായിട്ട് ജീവിക്കാമല്ലോ.
ഇപ്പം എല്ലാത്തിനും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു പ്രത്യേക ഒരു സൊസൈറ്റിക്ക് ഒരു സഹായം ചെയ്യണമെങ്കിൽ പോലും അതിനൊരു പ്രത്യേക ഏരിയ ഉണ്ട്. ആ ഏരിയക്കുള്ളിലേ നടക്കുള്ളൂ. അങ്ങനെ ഒരു ഏരിയ നമ്മൾ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആർക്കാണോ ആ സഹായം യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് അവന് കിട്ടാതെ പോവും. അപ്പോൾ വി ആർ ഇന്ത്യൻസ്, നമുക്കൊരു ബോർഡർ ഉണ്ട്. എല്ലാവരും ഈ ലോകത്ത് തന്നെയാണ് താമസിക്കുന്നത്. നമുക്കൊരു ബോർഡർ ഉണ്ട്, നമുക്കൊരു പാസ്പോർട്ട് ഉണ്ട്, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മൾ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കും. ഓരോ 5 വർഷം കൂടുമ്പോഴത്തേക്കും അത് മാറി മാറി വരും. പുതിയ പുതിയ തോട്ട് പ്രോസസ്സിംഗ് ഉള്ള മന്ത്രിമാർ വരും. ഇനി ഒരുപാട് യങ്സ്റ്റേഴ്സ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും. ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഒരു രാജ്യത്തിൻ്റെ എക്കോണമി ഫ്ലറിഷ് ആകുന്നതിനനുസരിച്ച് ആ രാജ്യത്തിനുള്ളിലുള്ള ജനങ്ങൾക്ക് മാറ്റമുണ്ടാവും. അത് ആ ജനങ്ങളുടെ എഡ്യൂക്കേഷനിൽ, ആ ജനങ്ങളുടെ ബിഹേവിയറിൽ, ഇവിടെ എല്ലാം ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. 2 ദിവസത്തിന് മുമ്പ് ഞാനൊരു വാർത്ത വായിക്കാനിടയായി. സ്വിറ്റ്സർലാൻഡിൽ ഒരു ഹോട്ടലിൽ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഒരു കമൻറ്റ് എഴുതി കുറിച്ചിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഹോട്ടലിൽ ബൊഫേ കഴിക്കാൻ പോകുമ്പോഴത്തേക്കും വാരി വലിച്ചെടുക്കരുത്, കൈ കൊണ്ടെടുക്കരുത്, കൈ കൊണ്ട് കഴിക്കരുത്, ടേബിൾ മാനേഴ്സ് ഉണ്ടാവണം. ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് സ്വിറ്റ്സർലാൻഡിൽ എഴുതി വെച്ചിരിക്കുകയാണ്. തികച്ചും അപമാനകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഇന്ത്യക്കാർ ബൊഫേ കണ്ടു കഴിഞ്ഞാൽ കാണാത്തത് കാണുന്നത് പോലെ വാരിയെടുക്കുന്ന ശീലമുള്ളവരാണെന്ന് പറയാതെ പറയുകയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഞാനതിൻ്റെ ക്ലിപ്പിങ്സ് കിട്ടുകയാണെങ്കിൽ ഞാനവിടെ വെക്കാം. ഓൺലൈനിൽ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്ന ഇന്ത്യൻസിൻ്റെ ഈ ഹോട്ടൽ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ കഴിയും. ഇതുപോലെ നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യക്കാരെ കുറിച്ച് പരാതികളുണ്ട്, ഇല്ലാന്നില്ല. കാരണം ഇന്ത്യക്കാർക്ക് ഈ ഇടപ്പെട്ട കാലത്ത് നല്ല രീതിയിൽ പൈസ വന്നിട്ടുണ്ട്. നിങ്ങൾ ഗൾഫ് മേഖലയിലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും ഇൻവെസ്റ്റേഴ്സ് മിക്കവാറും ഇന്ത്യൻസ് ആണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സെൻട്രൽ ഏരിയയിൽ നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ കുറച്ച് റഗഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്നാൾ വിയറ്റ്നാമിൻ്റെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരു കൂട്ടർ ഡാൻസ് കളിച്ച വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പബ്ലിക് മാനേഴ്സ് ഫോളോ ചെയ്യാത്ത രീതിയിലുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇന്ത്യക്കകത്ത്, ഇല്ലാന്നില്ല. അപ്പം അങ്ങനത്തെ ഇന്ത്യക്കാരുടെ ഗ്രോത്ത് അത് അയൽവാസികൾക്ക് ഒരു പക്ഷേ സഹിക്കാൻ പറ്റില്ല. ഈ ബീഹാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടല്ലോ ഇന്ത്യയിൽ, ഈ ബീഹാർ എന്ന് പറഞ്ഞ സ്റ്റേറ്റുമായിട്ട് നേപ്പാളിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇന്ത്യക്കുള്ളിലുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ബീഹാരിക്കും നേപ്പാളിനും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നേപ്പാളിക്ക് ഉണ്ടാവണം. അത് നേപ്പാളിക്ക് ഉണ്ടാവുന്നില്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ മാറി വരുന്നൊരു മുഖം, അതിനെ ഉൾക്കൊള്ളാൻ അയൽ രാജ്യങ്ങൾ പാകപ്പെട്ടിട്ടില്ല. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവർക്കൊപ്പം ഇങ്ങനെ താഴെത്തട്ടിൽ തന്നെ കിടക്കണം. ഇതാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ചോദിച്ച് ഞാൻ മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യക്കുള്ളിൽ ഒരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ നടന്നിട്ടുണ്ട്. അത് ഇന്ത്യ ടർബോഫാൻ്റെ ബ്ലേഡ് നിർമ്മാണം, ആ വിഷയത്തിൽ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട്. ഇന്ത്യ ജോയിൻസ് എലൈറ്റ് ക്ലബ്ബ് സിംഗിൾ ക്രിസ്റ്റൽ ടർബോ ബ്ലേഡ് ടെക്നോളജി, അത് നമ്മൾ അക്യൂർ ചെയ്തിരിക്കുകയാണ്. വളരെ വലിയ വിഷയമാണ് കേട്ടോ. പല ഫാനുകളുടെയും ബ്ലേഡ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും, ഇൻക്ലൂഡിങ് എയർക്രാഫ്റ്റിൻ്റെ ബ്ലേഡ് വരെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ഫോർ ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ, ഇത് വലിയൊരു ബ്രേക്ക് ത്രൂ ആണ്. എനിവേ, ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റുകളൊക്കെ വരട്ടെ. ഇന്ത്യ റഷ്യ എക്സ്പാൻഡ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യ Su-57 നിർമ്മിക്കുന്നെങ്കിൽ പൂർണ്ണമായിട്ടുള്ള റഷ്യയുടെ പിന്തുണ ഉണ്ടാവും. ഇന്ത്യ ഫൈറ്റർ ജെറ്റ് വാങ്ങിച്ചില്ലെങ്കിലും ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കാമെന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് മേളിൽ സമ്മർദ്ദം ചെലുത്തുന്ന അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു ചെക്ക്മേറ്റായിട്ട് പുടിൻ പല ഓപ്ഷൻസും മുന്നോട്ട് വെക്കുകയാണ്. ഇന്ത്യക്ക് ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കണം. ഒരു രാജ്യത്തിനെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. നമ്മളുടെ ഒരു മൾട്ടി പോളർ അല്ലെങ്കിൽ ഒരു മൾട്ടിലേറ്ററൽ ഫോറിൻ പോളിസിയാണ് നമ്മുടേത്. നമുക്ക് റഷ്യയുടെ മാനുഫാക്ചറിങ് ഏറ്റെടുക്കുകയും ചെയ്യാം. ചൈന എന്താണ് ചെയ്തത്? ചൈനയും റഷ്യയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ ടെക്നോളജികളൊക്കെ വാങ്ങിച്ചെടുത്തത്. അതേസമയം അവർ അമേരിക്കയുമായിട്ട് നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധവും വെച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാസ് പ്രൊഡക്ഷൻ അതായിരുന്നു ചൈനയുടെ പ്രധാനപ്പെട്ട ടൂള്. ഇന്ത്യയുടെ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ ഒരു പരിധിവരെ ഡെവലപ്പ് ആകുമ്പോൾ തന്നെ ഇന്ത്യ ഒരു പരിധിവരെ മുന്നോട്ട് എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ചൈനയെ പോലെ മാസീവായിട്ടുള്ള രീതിയിൽ നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ
കെട്ടുകണക്കിൽ കയറ്റി വെച്ചിട്ടല്ലല്ലോ അവർ പുരോഗമിച്ചത്. നമുക്ക് അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ എത്താൻ പറ്റും. പക്ഷേ ഇന്ത്യക്ക് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം. ഇന്ത്യയുടെ നിലവിലെ ലീഡേഴ്സ് ഏത് തരത്തിലുള്ള തീരുമാനമാണ് എടുക്കാൻ പോകുന്നുള്ളതിനനുസരിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ ഇന്ത്യയുടെ മുന്നോട്ട് പോക്ക്. 200 പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള ഓഫർ റഷ്യ ഇന്ത്യക്ക് മുന്നോട്ട് വെക്കുന്നത്. റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന റഷ്യയുടെ ഈ ഓഫറുകളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ടും കൊണ്ടുപോകണമെന്നേ. ട്രംപ് അവിടെ കിടക്കട്ടെ, 3 വർഷം കഴിയുമ്പോൾ ട്രംപ് വീട്ടിൽ പോയിരിക്കും. ട്രംപ് തന്നെ ഒരുപാട് ഉടായ്പകൾ അമേരിക്കയുടെ ഉള്ളിൽ കാണിച്ചു കൂട്ടുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ജയിലിൽ പോവാതെ വീട്ടിൽ പോകാൻ പറ്റിയെങ്കിൽ അത്രയ്ക്ക് നല്ലത്. ആ രീതിയിലാണ് ട്രംപിൻ്റെ ബിഹേവിയർ. ആൻറ്റി പാകിസ്ഥാനി പ്രൊട്ടസ്റ്റ് എറപ്റ്റൻ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ. ഇന്ത്യയുടെ കട്ട സപ്പോർട്ടുണ്ട് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാനിയൻ ജനങ്ങൾക്ക്. പൂർണ്ണ സപ്പോർട്ട് ഓപ്പണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്തൊരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണ് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. POJK പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ. ആ ടെറിട്ടറി ഇന്ത്യയുടേതാണെന്നുള്ള ക്ലെയിമും കൂടി ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഏരിയയിൽ ഫെൻസിങ് മിന്നൽ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്ത് AI ക്യാമറ ഉൾപ്പെടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഫുട്ടേജ് ഉൾപ്പെടെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്മാർട്ട് ബോർഡർ കോൺസെപ്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ സ്മാർട്ട് ബോർഡർ കോൺസെപ്റ്റ് ബംഗ്ലാദേശിൻ്റെ ബോർഡറിൽ മാത്രമല്ല, പാകിസ്ഥാൻ ബോർഡറിലും ഇപ്പുറത്ത് ചൈനയുടെ ബോർഡറിലും നമ്മൾ സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 7 to 8 ലൊക്കേഷൻസിൽ ഈ സ്മാർട്ട് ബോർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഒരു ചർച്ച രൂപപ്പെടാനും അത് സമാധാനത്തിലേക്ക് എത്തിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഉക്രൈൻ്റെ അടുത്ത് ഇന്ത്യ സംസാരിച്ചിട്ടുണ്ട്. ഉക്രൈൻ്റെ സെലൻസ്കി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് റഷ്യയെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. സെലൻസ്കി ഉക്രൈൻ വിജയിച്ചതായിട്ടുള്ള രീതിയിലും റഷ്യയെ തോൽവി സമ്മതിക്കുന്ന രീതിയിലുമാണ് ചർച്ച നടത്താൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യ ഇതിൻ്റെ ഇടയിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയുടെയും ഉക്രൈനെയും യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. നേപ്പാളിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ശിശിർ ഖനാൽ ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി വന്ന് പറയട്ടെ, ലിപു ലേക്ക്, ലിംബിയാതുര, കാലാപാനിയൊക്കെ ഞങ്ങളുടെയാണെന്ന് ഇവിടെ വന്ന് സംസാരിക്കട്ടെ. അപ്പോൾ ഇന്ത്യ അതിനുള്ള മറുപടി കൊടുത്തോളും. ഈ നേപ്പാളിനൊക്കെ എത്രമാത്രം സഹായം ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ഇന്ത്യ? എനിവേ, അതൊക്കെ വേസ്റ്റാണ്. ഈ അയൽ രാജ്യങ്ങൾക്ക് ഒരുത്തന്മാർക്കൊന്നും കൊടുക്കരുത്, ഒന്നാമത്തെ കാര്യം. ആ സഹായങ്ങളൊക്കെ നിർത്തണം. ചൈന ചോദിക്കുന്നില്ലേ, ഞാൻ ഇത് തരാം, നീ ഇത് തരൂ. ആ രീതിയിൽ നമ്മൾ കട്ടയ്ക്ക് നിൽക്കണം. എന്നാലേ ഇവനൊക്കെ പഠിക്കൂ. ചൈന എടുത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള വേലകളൊന്നും ഇവന്മാർ കാണിക്കത്തില്ല. പക്ഷേ ഇന്ത്യയെ കാണുമ്പോൾ ഇവന്മാർക്ക് ഇച്ചിരി ചൊറിച്ചിലും ഇളക്കമൊക്കെ വരും. US അംബാസിഡർ സെർജിയോ ഗോറും ഇന്ത്യയുടെ മഹീന്ദ്രയുടെ ഫൗണ്ടറായിട്ടുള്ള ആനന്ദ് മഹീന്ദ്രയും തമ്മിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ കുറിച്ചാണ് ഇവർ തമ്മിൽ ചർച്ച നടത്തിയിരിക്കുന്നത്. എന്തിനാ അവിടെ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ ഫൈൻ അടിച്ച് കൈ തരും. ഓൾറെഡി അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്, അതോട് നിർത്തണം. ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിലാവണം. ഇന്ത്യയുടെ ഡീപ്പോർട്ടേഷൻ പ്രോസസ്സ്, ഇല്ലീഗൽ ബംഗ്ലാദേശികളെ, ഇല്ലീഗൽ ഇമിഗ്രൻറ്റുകളെ പുറത്താക്കുന്ന ആ ഒരു പ്രോജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിക്കും തിരക്കുമുണ്ട് ബോർഡർ ഏരിയയിൽ. ഒരു രീതിയിലുള്ള കൺസിഡറേഷനുമില്ല. ഫിംഗർ പ്രിൻറ്റ് സഹിതം ബയോമെട്രിക്സ് പൂർണ്ണമായിട്ടും എടുത്തിട്ട് ഐരിസ് വരെ എടുത്തിട്ടാണ് ഇവരെ ഡീപ്പോർട്ട് ചെയ്യുന്നത്. തിരിച്ചു വരാൻ പാടില്ല. അതാണ് ഇന്ത്യയുടെ ഉദ്ദേശം. വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.